കാലദേശങ്ങൾക്കപ്പുറത്ത് കേട്ടുപരിചയമില്ലാത്ത നാട്ടിൽ പൊക്കിൾക്കൊടി ബന്ധമില്ലാത്ത ചോര ബന്ധമില്ലാത്ത ഒരു കുഞ്ഞ് മുലപ്പാലിന് വേണ്ടി ചുണ്ട് വിറച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ നിറമാറു ചുരത്തുന്ന മാതൃത്വമാണ് മലയാളത്തിൻ്റേത് എന്നതാണ് ഏതു പ്രതിസന്ധികളെയും അഭിസംബോധന ചെയ്യാൻ കേരളത്തിലുണ്ടാകുന്ന കരുത്ത് എന്നുള്ളത് ചെറുതല്ല. ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയെ നിങ്ങൾക്കറിയാം. ആലങ്കോട് ലീലാകൃഷ്ണൻ എഴുതിയ കവിതകളിലൊന്ന് ഇനി നമുക്കാരും ഇല്ലെന്ന് തോന്നുമ്പോൾ എന്ന കവിതയാണ്. ഇനി നമുക്കാരും ഇല്ലെന്ന് തോന്നുമ്പോൾ എന്നൊരു കവിത ആലങ്കോട് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കാരും ഇല്ലെന്ന് തോന്നുമ്പോൾ ഒരു നിമിഷം ഈ മണ്ണിനെ ഓർക്കുക. ഇനി നമുക്കാരും ഇല്ലെന്ന് തോന്നുമ്പോൾ ഒരു നിമിഷം ഈ മണ്ണിനെ ഓർക്കുക. പുഴയിറമ്പിലെ പുല്ലുകൾ പൂവുകൾ പുഴയിൽ 1000 നക്ഷത്ര മീനുകൾ മൃദുലയം ചേർത്തു പാടുന്ന പക്ഷികൾ നിബിഡ കാനനം നീളപ്പൂമ്പാറ്റകൾ ഉടയ ദൈവത്തിനെണ്ണയും കൊണ്ടിതാ പുഴു ഒരാൾ സ്നേഹ യാത്ര തിരിക്കുന്നു. ഇനി നമുക്കെന്തു വേണം ഈ ഭൂമിയിൽ നിറയെ ജീവന്റെ ബന്ധുക്കളല്ലയോ എന്ന് ആലങ്കോട് എഴുതി വെച്ചതുപോലെ ജീവിതത്തിൻ്റെ ബന്ധുക്കളാൽ നിറഞ്ഞ പ്രകൃതിയുടെ പാഠപുസ്തകമാണ് നമുക്ക് പഠിക്കാൻ കാലം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ സിലബസ് എന്ന് നാം തിരിച്ചറിയേണ്ട ഒരു ഘട്ടമാണ്. നമ്മുടെ നാടിൻ്റെ സംസ്കാരവും സൗഹൃദവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒന്നാണ് കേരളം എന്ന നാട്. ഇന്ത്യയിൽ നിന്ന് കേരളത്തിൻ്റെ വ്യത്യാസം കേരളം ഇവിടെ ജനാധിപത്യത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ലോകം കാണാനും അനുഭവിക്കാനും കൊതി തോന്നുന്ന ഒരു നാടാണ് കേരളം. അത് നമ്മൾ കടന്നു പോകുന്ന നാട്ടുവഴിയുടെയോ വയൽവരമ്പുകളുടെയോ പുഴയുടെയോ കാടിൻ്റെയോ കടൽപ്പുറത്തിൻ്റെയോ സൗന്ദര്യം കൊണ്ട് മാത്രമല്ല. കേരളം അവതരിപ്പിച്ച ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ട്. ഭ്രാന്താലയം എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഈ കേരളം എല്ലാവർക്കും തുല്യനീതി അനുഭവപ്പെടുന്ന ഒരു നാടായി മാറിയതിൻ്റെ പിന്നിൽ വലിയ സമരങ്ങളുടെ, വലിയ ഇടപെടലുകളുടെ, കൂട്ടായ മുന്നേറ്റങ്ങളുടെ വലിയ ചരിത്രമുണ്ട് എന്ന് നമുക്ക് മറക്കാനാകില്ല. ലോകത്തിന് മുമ്പിൽ കേരളം ഒരു മോഡൽ അവതരിപ്പിച്ചത് എങ്ങനെയാണ്? ഇപ്പോൾ ലോകത്തിലെത്തിച്ചേരുന്ന എല്ലാ വൈദേശികരോടും കൈനീട്ടി വിളിച്ച് നമ്മുടെ നാട്ടിലേക്ക് നാം സ്വാഗതം ചെയ്യുമ്പോൾ അഭിമാനത്തോടെ നാം പറയും കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി, കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഇവിടെ മലകളും പുഴകളും കാട്ടരുവിയുടെ താളവും കാട്ടാറിൻ്റെ ഒഴുക്കും മനോഹരമായ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും കൊണ്ടല്ല കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായി മാറിയത്. ഇവിടെ നാം എല്ലാത്തിനെയും അനുവദിക്കുന്ന ഒരു നാടാണ്. ഇൻക്ലൂസീവാണ് കേരളം. ഇവിടെ നാം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന നാടാണ്. ഇന്ത്യ പറഞ്ഞ ബഹുസ്വരത അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കുകയും അത് അനുഭവിക്കാൻ തലമുറകൾക്ക് അവസരം കൊടുക്കുകയും ചെയ്ത നാടാണ് ഈ കേരളം എന്നുള്ളത് കൊണ്ടാണ് ഭൂപരിഷ്കരണത്തിൻ്റെ, ആരോഗ്യരംഗത്തെ വലിയ മാറ്റത്തിൻ്റെ, വിദ്യാഭ്യാസ മേഖലയിലെ സമാനതകളില്ലാത്ത ഇടപെടലിൻ്റെ, അങ്ങനെ 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 എത്രയോ വലിയ മതസൗഹാർദ്ദാന്തരീക്ഷങ്ങളുടെ, മതനിരപേക്ഷതയുടെ, മനുഷ്യനാണ് പ്രധാനമെന്ന് ചിന്തിക്കാൻ പറ്റുന്ന ധാരണയുടെ ഒരിടമാണ് കേരളം എന്നുള്ളത് കൊണ്ടാണ് കേരളത്തെ കേരളമായി കാണാനും ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ മതസൗഹാർദ്ദത്തിൻ്റെ നാടായി, മനുഷ്യജീവിതത്തിൻ്റെ നാടായി, കേരള മോഡലായി ലോകത്തിൻ്റെ മുമ്പിൽ കേരളത്തിന് വളർന്നു വരാനും കഴിഞ്ഞത് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിനെ ഇപ്പോൾ പല വിധത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിൽ നേരത്തെ എന്തിനെല്ലാമാണോ നാം എതിർക്കാൻ തീരുമാനിച്ചത് അവയെല്ലാം കമ്പോളത്തിൻ്റെ പുതിയ രൂപങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്ന ഒരു കാലം. അച്ഛനും അമ്മയെയും മക്കൾ എങ്ങനെ സ്നേഹിക്കണമെന്നും മക്കളെ അച്ഛനമ്മമാരെങ്ങനെ സ്നേഹിക്കണമെന്നും കണക്ക് കൂട്ടേണ്ടത് കേവലമായ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണെന്ന് കമ്പോളം അപകടകരമായ വിധത്തിൽ നമ്മളോട് വിളിച്ചു പറയുകയും ജീവിത മൂല്യങ്ങൾക്ക് നമുക്കിടയിൽ ഒന്നും തന്നെ സ്വാധീനിക്കാനാകില്ലെന്നും സമ്പത്താണ് എല്ലാ ചിന്തകളുടെയും അടിസ്ഥാനമെന്നും കമ്പോളം വിളിച്ചു പറയുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് കേരളത്തിൻ്റെ സൗഹൃദാന്തരീക്ഷത്തെ, കേരള മോഡലിനെ തിരുത്താൻ ശ്രമിക്കുന്ന ശക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നമാണ്. കേരള യുവജന സമ്മേളനം തീർച്ചയായും ശ്രമിക്കുന്നത് മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു കാലത്തിന് വേണ്ടിയാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സമയമാണ് ഞാൻ നോക്കിയത്, വൈകുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ കഥ ആ കൂട്ടത്തിൽ പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാനിപ്പോൾ മന്ത്രിയായി 3.5 വർഷക്കാലമായി. നിങ്ങളുടെ തൊട്ടപ്പുറത്ത്, ഈ പൊതുയോഗം നടക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ മണ്ഡലം. കൊല്ലൂരിൽ നിന്ന് രണ്ടാമതും വിജയിച്ച് MLA ആയി മന്ത്രിയായി ഞാൻ ആദ്യം പോയ ഇടങ്ങളിലൊന്ന് എന്നെ പഠിപ്പിച്ച എൻ്റെ സ്കൂളാണ് അന്തിക്കാട് ഹൈസ്കൂൾ. അന്തിക്കാട് ഹൈസ്കൂളിലെയും LP സ്കൂളിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പഴയ ശിഷ്യനെ, ഒരു പഴയ സ്കൂൾ കുട്ടിയെ സ്വീകരിക്കാനുള്ള ആവേശത്തോടെ കാത്തു നിന്നിരുന്നു, ഞങ്ങളുടെ പഴയ അധ്യാപികമാർ ഉൾപ്പെടെ. സാധാരണ എല്ലാ സമ്മേളനത്തിനും പോയാൽ സമ്മാനമായി നമുക്ക് തരിക, കിട്ടാൻ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ളൊരു ശിലയാണ്, കൊണ്ടുപോയി വീട്ടിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒന്ന്. അങ്ങനെ കൊടുക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അന്തിക്കാട് സ്കൂളിൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന HM-ഉം ഇപ്പോഴത്തെ HM-ഉം കൂടി എനിക്കൊരു കവർ നൽകി സ്വീകരിച്ചു. എനിക്കൊരു വലിയ അനുഭവമായിരുന്നു അത്. കവർ എന്താണെന്ന് ഞാൻ അപ്പോൾ തന്നെ പൊളിച്ചു നോക്കി. എൻ്റെ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അത്തവണത്തെ സ്കൂൾ കലോത്സവത്തിന് എഴുതി 1ാം സമ്മാനം കിട്ടിയ ഒരു ചെറുകഥ തന്നാണ് ആ സ്കൂളിലെ അധ്യാപകർ എന്നെ സ്വീകരിച്ചു. ഒരു വ്യത്യസ്തമായ അനുഭവം. ആ ചെറുകഥ
ടാഗോറിൻ്റെ പോസ്റ്റ്മാൻ എന്ന കഥയുമായി വല്ലാത്ത സാമ്യമുള്ള ഒരു ചെറുകഥയാണ്. ആരോ പറഞ്ഞു കൊടുത്ത കഥയാൽ സ്വാധീനിക്കപ്പെട്ട ഒരു കൊച്ചു പെൺകുട്ടി എഴുതിയ കഥ. ആ കഥ ഒരു ഹിന്ദു കുടുംബത്തിലെ ഒരു മുത്തച്ഛനെയും മുത്തശ്ശിയെയും കുറിച്ചുള്ള കഥയാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, രാവിലെ മുതൽ രാത്രി കിടക്കും വരെ അമ്പലത്തിൽ തന്നെ താമസിക്കുന്ന ഒരു കുടുംബം. മുത്തച്ഛനും മുത്തശ്ശിയും, പ്രായമേറെ വൈകി, മക്കളാരുമില്ല, ഒരൊറ്റപ്പെട്ട കുടിൽ. രാവിലെ വന്നാൽ കടക്കാരൻ കൊടുക്കുന്ന ഒരു ചെറിയ ഭക്ഷണത്തിൽ ആരംഭിച്ച് ഉച്ചയ്ക്ക് അമ്പലത്തിലെ തിരുമേനി കൊടുക്കുന്ന ഉണക്കച്ചോറിൽ ഉച്ചഭക്ഷണം അവസാനിപ്പിച്ച് വൈകുന്നേരം തട്ടുകടക്കാരൻ സൗജന്യമായി കൊടുക്കുന്ന ഒരു കാപ്പി കുടിച്ച് രാത്രി തിരിച്ചമ്പലത്തിൽ നിന്ന് പോരുമ്പോൾ വെജിറ്റേറിയൻ കടക്കാരൻ കൊടുക്കുന്ന 2 ചപ്പാത്തിയിലും ഇത്തിരി കുറുമയിലും അന്നത്തെ ഭക്ഷണം അവസാനിപ്പിക്കുന്ന, ഒന്നും സമ്പാദിക്കാനില്ലാത്ത, ഒന്നും സമ്പാദിച്ചു വെക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ചെറിയ കൂരയ്ക്കകത്ത് താമസിക്കുന്ന ഒരു മുത്തച്ഛനും മുത്തശ്ശിയും. കുട്ടി പറയുകയാണ്, ഒരു ദിവസം മുത്തച്ഛന് കഠിനമായിട്ടുള്ളൊരു നെഞ്ചുവേദന വന്ന് നാട്ടുകാരെയൊക്കെ ഈ അമ്മൂമ്മ വിളിച്ചുകൂട്ടി അവിടുത്തെ ആശുപത്രി കൊണ്ടുപോയി ഡോക്ടർ വെച്ച് നോക്കി ചില പരിശോധനകളൊക്കെ നടത്തിയിട്ട് ഈ അമ്മൂമ്മയോട് പറഞ്ഞു, ഭർത്താവിന് കഠിനമായിട്ടുള്ളൊരു ഹൃദ്രോഗം വന്നിരിക്കുകയാണ്, ആദ്യഘട്ടം എന്ന നിലയിൽ കുറച്ച് മരുന്ന് കഴിക്കണം, ഇവിടെ ഉള്ള മരുന്നിൻ്റെ സാമ്പിൾ യൂണിറ്റുകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, എങ്കിലും ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്, അടുത്ത കടയിൽ പോയാൽ കിട്ടും. അമ്മൂമ്മ മുത്തച്ഛനെ കൊണ്ട് കിടത്തിയിട്ട് തിരിച്ച് ഈ കടയിലേക്ക് വന്നിട്ട് ഈ പ്രിസ്ക്രിപ്ഷൻ എടുത്തു കൊടുത്തപ്പോൾ അമ്മൂമ്മയുടെ ഒരു രൂപഭാവം കണ്ടിട്ട് കയ്യിൽ പണമില്ലെന്ന് മനസ്സിലാക്കിയ എടുത്തു കൊടുപ്പുകാരിയായിട്ടുള്ള ഫാർമസിസ്റ്റ് പറഞ്ഞു, അമ്മൂമ്മേ ഈ മരുന്നൊക്കെ മേടിക്കണമെങ്കിൽ ഒരു 500 രൂപയെങ്കിലും വരും. അമ്മൂമ്മ 500 രൂപ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അമ്മൂമ്മ പൊട്ടിക്കരഞ്ഞു ഈ കുട്ടിയുടെ മുമ്പിൽ. ഈ കുട്ടി പറഞ്ഞു, അമ്മൂമ്മയെ വിഷമിക്കേണ്ട, അടുത്തുള്ള ഒരു വലിയ മുതലാളിയുണ്ട്, അയാളോട് പോയി ചോദിച്ചാൽ ഒരു പക്ഷേ അയാൾ പണം തരുമായിരിക്കും. ഇവർ പോയി അപ്പുറത്തെ വീട്ടിലെ മുതലാളിയെ കണ്ട് തൊഴുതിട്ട് പറഞ്ഞു, മുതലാളി, എൻ്റെ ഭർത്താവ് കഠിനമായിട്ടുള്ളൊരു നെഞ്ചുവേദന വന്നിട്ട് ഇങ്ങനെ പ്രയാസപ്പെടുകയാണ്, ഒരു 500 രൂപ തന്നാൽ എൻ്റെ ഭർത്താവ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടും. ആ മുതലാളി ഒരു നല്ല മൂഡിലായിരുന്നില്ല എന്നാണ് 8ാം ക്ലാസ്സുകാരി കുട്ടി കഥയിൽ എഴുതിയിട്ടുള്ളത്. മുതലാളി നല്ല മൂഡിലായിരുന്നില്ല. അതുകൊണ്ട് മുതലാളി പറഞ്ഞു, നിങ്ങൾക്ക് ഞാനെന്തിനാ പൈസ തരുന്നത്, നിങ്ങൾ ദൈവത്തിനോട് ചോദിച്ചാൽ പോരെ, ദൈവം പൈസ തരുമല്ലോ. ഇത് കേട്ടിട്ട് ഈ അമ്മൂമ്മ വളരെ നിഷ്കളങ്കമായി മുതലാളിയോട് പറഞ്ഞു, ദൈവത്തിനോട് ചോദിക്കും. എങ്ങനെ ദൈവത്തിനോട് ചോദിക്കും, ഞാൻ ആകെ കാണുന്നത് ആ ഇത്തിരിയുള്ള ഇമ്രാന്തിരിയാണ്, അയാൾ ആണെങ്കിൽ അട്ടിക്ക് വകയുമില്ല, അയാളോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, ദൈവത്തിനോട് എങ്ങനെ ഞാൻ ചോദിക്കും. ഇയാൾ കളിയാക്കിയിട്ട് ഈ അമ്മൂമ്മയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ദൈവം ദേവലോകം സ്വർഗം പിയോ എന്ന വിലാസത്തിൽ ഒരു കത്തെഴുതിയാൽ മണി ഓർഡറായി ദൈവം പണം അയച്ചു തരും. ഈ പാവപ്പെട്ട അമ്മൂമ്മ കത്തെഴുതി പോസ്റ്റ് ബോക്സിൽ കൊണ്ടിട്ടിട്ട് ആ ബോക്സിനെയും ഒന്ന് തൊഴുതു തലോടി പ്രാർത്ഥിച്ചു. അന്ന് സീൽ വെക്കാനുള്ള ഡെയിലി വേജസിൽ ജോലി ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ എന്ന പോസ്റ്റ്മാൻ സീലടിച്ചു തുടങ്ങിയപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള ഒരു വിലാസം കണ്ടു. അയാൾ കത്തെടുത്ത് വായിച്ചു നോക്കി. ആ കത്തിലെഴുതിയിരിക്കുകയാണ്, ദൈവമേ, അങ്ങ് ഒരു 500 രൂപ മണി ഓർഡറായി അയച്ചു തന്നെ എന്നെ ഒന്ന് സഹായിക്കണം. ഇയാൾക്ക് കണ്ണുനീര് വന്നു, കയ്യിലൊരു പൈസയും ഇല്ല. കൂട്ടുകാരോടൊക്കെ ചോദിച്ചു, കാര്യമില്ല. അന്നത്തെ മണി ഓർഡർ ആർക്കെങ്കിലും വന്നാൽ ഇത്തിരി എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, അതും കിട്ടിയില്ല. പിറ്റേന്നായപ്പോൾ ഇയാൾക്ക് സങ്കടമായി, ഈ മുത്തച്ഛനെങ്ങാനും മരിച്ചു പോയാലോ. മോൾക്ക് പാവാട പഠിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നൊരു കാശ് കൂട്ടി നോക്കിയപ്പോൾ 420 രൂപയായി. ഇയാൾ പിന്നെ കാത്തു നിന്നില്ല. പിറ്റേ ദിവസമായി സൈക്കിൾ ചവിട്ടി നേരെ അമ്മൂമ്മയുടെ അടുത്ത് പോയി അസ്വാഭാവികമായിട്ടൊന്നും തോന്നാതിരിക്കാൻ മണി ഓർഡറിൽ ഒരു പേര് എഴുതിയിട്ട് അമ്മൂമ്മയെ കൊണ്ടൊരു ഒപ്പിടിച്ച് മേടിച്ചിട്ട് അമ്മൂമ്മയ്ക്ക് ഈ 420 രൂപ കയ്യിലങ്ങ് ചുരുട്ടി പിടിച്ചു കൊടുത്തു. ദൈവത്തെ അതുവരെ കണ്ടിട്ടില്ലാത്ത അമ്മൂമ്മ തൊഴുത് ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു, ദൈവത്തെപ്പോലെ മോനെ ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, സന്തോഷം. തിരിച്ചു പോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ പ്രശ്നം, മോളോടും ഭാര്യയോടും ഇത് പറഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കും. കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തഞ്ചത്തിന് ഭാര്യയോടും മോളോടും പറഞ്ഞു. മോള് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന ചിറി തുടയ്ക്കാതെ അച്ഛൻ്റെ കവിളത്തൊരു ഉമ്മ കൊടുത്തു. ഭാര്യ ജീവിതത്തിൽ ആദ്യമായി പുറത്തു തട്ടി പറഞ്ഞു, ഇപ്പോഴാണ് നിങ്ങളൊരു മനുഷ്യനായത്. പിറ്റേന്ന് ഉണ്ണികൃഷ്ണൻ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ ദാരിദ്ര്യമായിരുന്നില്ല, ചുണ്ടിലൊരു മൂളിപ്പാട്ട് കൂടി ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ നേരെ പോയി വീണ്ടും സീലടി തുടങ്ങിയപ്പോൾ വീണ്ടും ഒരു കത്ത്, ദൈവം ദേവലോകം സ്വർഗം പിയോ. ആദ്യം ഐശ്വര്യത്തോടെയാണ് ഇയാൾ എടുത്തു നോക്കിയതെങ്കിൽ ഇത്തിരി ആകാംക്ഷയോടെ ഇയാൾ ഈ കത്തെഴുതി നോക്കി. പണ്ട് കത്തയച്ച അതേ അമ്മൂമ്മ വീണ്ടും ഒരു കത്തയച്ചിരിക്കുന്നു. ഈ പണം കൊടുത്തതിന് ശേഷവും എന്താവുമോ ദൈവമേ പ്രശ്നം എന്ന് കരുതി ഇയാൾ മറച്ചു നോക്കിയപ്പോൾ അമ്മൂമ്മ എഴുതിയിരിക്കുകയാണ്, ദൈവമേ അങ്ങ് എന്തൊരു കാരുണ്യവാനാണ്. ഞാൻ പണം ചോദിച്ച് കത്തയച്ച് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അങ്ങ് പണം കൊടുത്തയച്ചല്ലോ, ഒരുപാട് നന്ദി. ഒരാവശ്യം കൂടി ബാക്കിയുണ്ട്. ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ എന്നൊരു പോസ്റ്റ്മാൻ ഉണ്ട്, മഹാകള്ളനാണ്. അങ്ങ് കൊടുത്ത കാശിൽ 80 രൂപ അടിച്ചു മാറ്റി ബാക്കി 420 രൂപയെ അയാൾ കൊണ്ടുവന്ന് തന്നുള്ളൂ. അയാളുടെ തലയിൽ ഇടുത്തി വീഴണേ എന്നാണ് ഈ അമ്മൂമ്മ എഴുതിയ കത്ത് എന്നാണ് ഈ കുഞ്ഞുകുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഈ കഥയിൽ എഴുതിയിരിക്കുന്നത്. മനുഷ്യനെ വിശ്വസിക്കാത്ത ഒരു ലോകത്തിൻ്റെ നടുവിലേക്ക് നമ്മൾ നടന്നു പോകുകയാണ്. ഇവിടെയാണ് ചരിത്രത്തിൻ്റെ 70 വർഷക്കാലത്തിൽ 1954 മുതൽ ഇങ്ങോട്ട് ആരംഭിച്ച് ചരിത്രത്തിൻ്റെ വഴിത്താരകളിലൂടെ അഭിമാനപൂർവ്വം സഞ്ചരിച്ച്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ SYS കേവലം ഒരു സംഘടനയല്ല, ഉമ്മത്തിൻ്റെ ആത്മാഭിമാനമാണ്. വ്രണിതരും നിരാശഭരിതരുമായ ഒരു സമൂഹത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ച ജീവശ്വാസവുമാണ് എന്ന് പ്രഖ്യാപിച്ച ഒരു സംഘടനയ്ക്ക് കേരളത്തിൻ്റെ പുതിയ കാലത്ത് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുടെ ദീർഘമായൊരു പട്ടിക നമ്മുടെ മുമ്പിലുണ്ട്. ആ പട്ടികയാണ് കമ്മ്യൂണൽ ഹാർമണി മുതൽ തൊഴിലും സംരംഭകത്വവും അടക്കം
പുതിയ കാലത്തെ യുവതയെ പഠിപ്പിക്കാൻ ആവശ്യമായ പരിസ്ഥിതി പാഠങ്ങൾ ഉൾപ്പെടെ ഒരു വർഷക്കാലം നിങ്ങൾ പഠിച്ചതും പഠിപ്പിച്ചതും ഇനി പഠിപ്പിക്കാൻ പോകുന്നതും. അവിടെയാണ് SYS എന്ന സംഘടന വ്യത്യസ്തമാകുന്നത്, വ്യത്യസ്തമാകേണ്ടത്. കേരളം എന്ന ഈ മഹാസമ്മേളനത്തിൻ്റെ കീഴിൽ, ഈ നാടിൻ്റെ കീഴിൽ ജീവിതത്തിൻ്റെ ഓരോ അണുവിലും മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്ന, കാരുണ്യവാനായ ദൈവം പറഞ്ഞനുഗ്രഹിച്ചിട്ടുള്ള എല്ലാ വചസ്സുകളും എല്ലാ വരികളും അതുപോലെ നടപ്പിലാക്കുമ്പോൾ പ്രകൃതിയെയും ലോകത്തെയും സ്നേഹിക്കാൻ കഴിയുന്ന ആളുകളായി നാം മാറണം എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു അനുഭവം. പ്രിയപ്പെട്ട ഹക്കീം അസ്ഹരി സംഘടിപ്പിച്ച മാനവ സഞ്ചാരം 15 ദിവസക്കാലം കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഉടുതുമറിച്ചിട്ട SYSന്റെ ഹൃദയപൂർണമായ ഒരു മുന്നോട്ടു പോക്കായിരുന്നു. എത്രയോ പേരെ കണ്ടു. പണ്ഡിത ശ്രേഷ്ഠർ മുതൽ കർഷക തൊഴിലാളികൾ വരെ, സമ്പന്നരായ മനുഷ്യർ മുതൽ ദാരിദ്ര്യത്തിൻ്റെ നീറുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയവർ വരെ, സർക്കാരിൽ നിന്ന് സഹായം ലഭിച്ചവരും ലഭിക്കാതെ പോയവരും ഉൾപ്പെടെ, ദുരിതങ്ങളിലൂടെ കയങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വിശ്വാസത്തെ മുറുകെ പിടിച്ച മനുഷ്യ സ്നേഹമുള്ള മാനവികതയുടെ കുടിയടയാളങ്ങളായ മനുഷ്യരെ ഉൾപ്പെടെ തൃശ്ശൂരിലും ഏറ്റവും ഗംഭീരമായി ആ യാത്രയെ ഈ തൃശ്ശൂർ മറ്റെല്ലാതിനും അപ്പുറം മനുഷ്യത്വമാണ് പ്രധാനമെന്ന് പ്രഖ്യാപിച്ചൊരു ജാഥയെ സ്വീകരിച്ചു. അവിടെയും ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ജീവിതത്തിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നിരവധി അനുഭവങ്ങളുണ്ടായി ചൂരൽമലയിൽ, നിരവധി അനുഭവങ്ങളുണ്ടായി ചൂരൽമലയിൽ. പക്ഷേ ആ ചൂരൽമലയിൽ ഒരിക്കലും മറക്കാത്ത, ജീവിതാവസാനം വരെ മനസ്സിൻ്റെ ചുവരുകളിൽ തങ്കലിപികളാൽ എഴുതി പിടിപ്പിക്കപ്പെട്ട 3 വരികൾ ചൊല്ലുന്ന എല്ലായിടത്തിലും ആവർത്തിച്ച് ഞാനത് പറയാറുണ്ട്. ആ 3 വരികൾ ഇങ്ങനെയാണ്. ജൂലൈ 30 രാത്രി 12:30 മണിക്ക് ശേഷം മേപ്പാടിയിലെ ആസ്റ്റർ ആശുപത്രിയുടെ ഭ്രാന്തമായ അന്തരീക്ഷത്തിലൂടെ നടക്കുന്ന നേരം, മരണപ്പെട്ടവരുടെ ദീർഘമായിട്ടുള്ള നിര, എല്ലാം നഷ്ടപ്പെട്ടവരുടെ പൊട്ടിക്കരച്ചിൽ, തലേന്ന് കെട്ടിപ്പിടിച്ചുറങ്ങിയവരെ കാണാത്ത മനുഷ്യരുടെ അന്വേഷണം, ഒന്നും തിരിച്ചു കിട്ടില്ല എന്നറിയപ്പെടുന്നവരുടെ നിസ്സംഗത, അതിൻ്റെ നടുവിൽ ഭ്രാന്തമായ അന്തരീക്ഷത്തിലൂടെ നടക്കുമ്പോൾ എൻ്റെ മൊബൈൽ ഫോണിലെ വാട്സപ്പ് സന്ദേശത്തിൻ്റെ കിളി ചലച്ചു. വാട്സപ്പിൻ്റെ സന്ദേശം വന്നാൽ അപ്പോഴപ്പോൾ എടുത്തു നോക്കുന്ന ശീലമുള്ള ഒരാളല്ല ഞാൻ. പല വിധത്തിലുള്ള തിരക്കുകൾക്കിടയിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു നേരത്താണ് അത് നോക്കാൻ സമയമുണ്ടാവുക. പക്ഷേ അപ്പോൾ അതെടുത്ത് നോക്കി. കാരണം ശബ്ദങ്ങൾ നമുക്ക് കിട്ടാനേ ഇല്ല, എല്ലാം സന്ദേശങ്ങളാണ്. ഞാൻ ഇന്നേ വരെ ഈ മഹനീയമായ സമ്മേളനത്തിൻ്റെ വേദിയിൽ നിൽക്കുന്ന ഈ മിനിറ്റ് വരെ നേരിട്ട് കണ്ടിട്ടില്ലാത്തൊരു പെൺകുട്ടി അയച്ച സന്ദേശം, രാത്രി 12:30 മണിക്ക് അവരും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മന്ത്രിയുടെ നമ്പർ സംഘടിപ്പിച്ച് അയച്ച ഒരു സന്ദേശം. ആ സന്ദേശം 3 വരിയാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ അവസാനത്തെ ശ്വാസം വരെയും ഞാൻ എഴുതി വയ്ക്കുമെന്ന് ഉറപ്പിച്ച 3 വരികൾ. സാർ, TV-യിൽ കാണുന്ന ചൂരൽമലയിലെ കാഴ്ചകൾ കരളു പിടയ്ക്കുകയാണ്. മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്നൊരു വാർത്ത ഇപ്പോൾ ഒരു ചാനൽ എഴുതി കാണിക്കുന്നു. മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്ന വാർത്ത ശരിയാണെങ്കിൽ നിറമാറുമായൊരമ്മ വിളിപ്പാടകല കാത്തിരിക്കുന്നുണ്ട് എന്നങ്ങ് അവരെ അറിയിക്കണം എന്നാണ് ആ 3 വരികളിലെ മഹത്തായ ഒരു സന്ദേശം, ഒരു പെൺകുട്ടി എഴുതിയ സന്ദേശം. അതാണ് മലയാളം.